ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ. നമ്മളുടെ ഹൃദയം, ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന്, ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തിട്ടാണ് ഓരോ അവയവങ്ങളിൽ എത്തിക്കുന്നത്. അപ്പം ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക പ്രഷറുണ്ട്. ഈ ഒരു പ്രഷറിൽ നിന്നും കൂടുതലായിട്ട് പ്രഷറിൽ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP എന്ന് പറയുക. അപ്പം ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പൊതുവെ ഹാർട്ടിന് ബ്ലഡ് കുറച്ചുകൂടെ ഫോഴ്സിൽ അല്ലെങ്കിൽ കൂടിയ പ്രഷറിൽ പമ്പ് ചെയ്യേണ്ട വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അതായിരിക്കും മിക്കപ്പോഴും ഹൈപ്പർ ടെൻഷൻ്റെ കാരണങ്ങളായി മാറുക. ആദ്യമായിട്ട് നമുക്ക് ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ള നല്ല നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ജനിതക ഘടകം തന്നെ അയാളിലേക്ക് ഹൈപ്പർ ടെൻഷൻ വരാനുള്ള ഒരു ചാൻസ് കൂട്ടുകയാണ്. പിന്നെ അമിതവണ്ണമുള്ള ഒരു വ്യക്തി, അമിതമായി വണ്ണമുള്ള വ്യക്തിയുടെ സ്വാഭാവികമായിട്ട് ശരീരത്തിന്റെ സർഫേസ് ഏരിയ കൂടുതലാണ്. അത്രയും ഏരിയയിലേക്ക് ഹാർട്ടിന്റെ സൈസിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഈ സെയിം ഹാർട്ട് തന്നെയാണ് ബ്ലഡ് പമ്പ് ചെയ്യേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ട് പമ്പ് ചെയ്യുന്ന പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അമിതവണ്ണമുള്ള വ്യക്തികളിലും ഹൈപ്പർ ടെൻഷൻ വന്നു ചേരാൻ സാധ്യത കൂടുതലുണ്ട്. പിന്നെ നമ്മളുടെ ജീവിതശൈലി, ഹൈപ്പർ ടെൻഷൻ ഒരു ജീവിതശൈലി രോഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ എടുക്കുന്ന വ്യായാമം, നമ്മളുടെ സ്ട്രെസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ രീതികൾ, ഇതെല്ലാം നമ്മുടെ ഹൈപ്പർ ടെൻഷനിലേക്ക് നയിക്കുന്ന ഒരു കാരണമാണ്. പിന്നെ ചില അസുഖങ്ങളുടെ കൂടെ, ഇപ്പം ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്, SLE പോലത്തെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്, ഡയബറ്റിസ് പോലത്തെ അസുഖങ്ങളുണ്ട്, സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കോമോർബിഡിറ്റി ആയിട്ട് പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ വന്നു ചേരാറുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക? ഒരു വ്യക്തിക്ക് നിരന്തരമായി കാരണമില്ലാതെ തലവേദന വരുന്നു. പൊതുവെ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് തലവേദനയ്ക്ക് ഒരു സുഖം കിട്ടാറുണ്ട്. പക്ഷെ പൊതുവെ ഹൈപ്പർ ടെൻഷൻ ഉള്ള വ്യക്തികൾ ഉറങ്ങി എഴുന്നേറ്റാൽ പോലും ചിലപ്പം തലവേദനയും കൊണ്ടായിരിക്കും എഴുന്നേക്കുക. ഇത്തരത്തിൽ തലവേദന വരിക, ചെറിയ ചെറിയ ആയാസങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓടുകയോ കൂടുതലായിട്ട് ഒരു ഭാരം ചുമക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ശ്വാസതടസ്സം അല്ലെങ്കിൽ ഒരു പാൻറ്റിങ്, ഗ്യാസ്പിംഗ് ഫോർ ബ്രെത്ത് എന്നൊക്കെ പറയുന്ന പോലെ വേഗത്തിൽ ശ്വാസം എടുക്കേണ്ട അവസ്ഥ വരിക. ഇതുകൂടാതെ കാഴ്ചയിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ വരിക, തലകറക്കങ്ങൾ ഉണ്ടാവുക, ചില സാഹചര്യങ്ങൾ തലകറങ്ങി വീഴുകയൊക്കെ ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലെ കാര്യങ്ങളും ഹൈപ്പർ ടെൻഷന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. കോമൺലി കണ്ട കാരണങ്ങൾ കണ്ടു, കോമൺലി വരുന്ന ലക്ഷണങ്ങൾ കണ്ടു. അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യാൻ പറ്റുക? അപ്പൊ സ്വാഭാവികമായിട്ട് ഹൈപ്പർ ടെൻഷൻ ഒരു ക്രോണിക് ഡിസീസ് ആണ്, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആണ്. അപ്പോൾ ഇതിൽ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റിന്റെ കൂടെ തന്നെ മരുന്നുകളും വേണ്ടി വരും. ഇപ്പം ഹോമിയോപ്പതി പോലെയുള്ള കൺവെൻഷണൽ സിസ്റ്റം അല്ലാത്ത സിസ്റ്റത്തിൽ നല്ല രീതിയിൽ ഇത് മാനേജ് ചെയ്യാനുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഈ മരുന്നുകളുടെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ്, അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ്. ഉപ്പിൻ്റെ അളവ് പലപ്പോഴും BP കൂടുന്നതിന് വലിയൊരു കാര്യമാണ്. നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സിൽ നോയിങ്ലി ഓർ അൺനോയിങ്ലി നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചേരുന്ന ഉപ്പ് പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ വരുത്താനുള്ള ഒരു വലിയ കാരണമാണ്. അപ്പം ഭക്ഷണത്തിൽ വരുത്തേണ്ട വ്യതിയാനങ്ങൾ, പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമം ചെയ്യുക, ഈ 3 കാര്യങ്ങൾ, മരുന്നുകൾ, വ്യായാമം പ്ലസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതെല്ലാം പ്രോപ്പറായിട്ട് ടാലി ചെയ്താൽ ഈ നേരത്തെ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥയെ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും.